ഹലോ, ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിച്ചേക്കണ ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു പേടി, എന്ത് തുടങ്ങണമെന്ന് അറിയില്ല, തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കോ ഇല്ലേന്നൊരു ഉറപ്പില്ല, മാർക്കറ്റിൽ ഇത് വിറ്റ് പോവോ, ഈ സാധനത്തിന് ഡിമാൻഡ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിക്ക് ഡിമാൻഡ് ഉണ്ടോ, അതിന് ഫ്യൂച്ചർ ഉണ്ടോ, വളരാൻ പറ്റുമോ, എൻ്റെ ടൈം ഇതിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവോ എന്നറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഏറ്റവും നല്ലൊരു കൂട്ടുകാരനെ പറ്റിയിട്ടാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോണേ. അത് വേറെ ആരുമില്ല, ചാറ്റ് ജി പി ടി. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചാറ്റ് ജി പി ടി ഒരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടുള്ളൊരു ടൂളാണ്. ഈ ചാറ്റ് ജി പി ടി അങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടൂളാണ്. നിങ്ങളിത് മുഴുവനായിട്ട് കാണാം. ഇതിൽ ഞാൻ ഒരു അനുമാനിച്ചൊരു ചോദ്യം ഇതിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതിന് ഈ ചാറ്റ് ജി പി ടി തന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള മറുപടി നിങ്ങൾക്ക് കാണാം. നിങ്ങൾ കാശ് കൊടുത്ത് ഹയർ ചെയ്യണ ബിസിനസ് കോച്ചുമാർക്കോ ബ്രാൻഡ് കൺസൾട്ടൻറ്റുമാർക്കോ പറഞ്ഞു തരാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ ചാറ്റ് ജി പി ടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരും. ഈ വീഡിയോ കാണാൻ ഞാൻ ചോദിച്ചത് ഇങ്ങനെയാണ് ചാറ്റ് ജി പി ടിയുടെ അടുത്ത്, എനിക്കൊരു ബനാന ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. ഇന്ത്യയാണ് എൻ്റെ മാർക്കറ്റ്, എനിക്ക് വളരാനുള്ള സാധ്യതകളുണ്ടോ, എങ്ങനെയാണ്, എനിക്ക് വേണ്ടി ആ മാർക്കറ്റ് റിസർച്ച് ഒന്ന് നടത്തി തരുമോ എന്നുള്ള ചോദ്യം ഞാൻ ചാറ്റ് ജി പി ടിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ചാറ്റ് ജി പി ടി അതിന് മറുപടി അത്ഭുതപ്പെടുത്തി. പല ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു, അതിനൊക്കെ ചാറ്റ് ജി പി ടിയുടെ ഒരു എഫക്റ്റീവായിട്ടുള്ള മറുപടിയാണ് തന്നേക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇതിന് ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. അതിന് ചാറ്റ് ജി പി ടി തന്ന മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ്, സ്നാക്സിനുള്ള ഒരു വലിയ മാർക്കറ്റാണ്. ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള സ്നാക്സിൻ്റെ ഇൻഡസ്ട്രി ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടി, ആ ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എന്നുള്ളത് കിട്ടി. ഇനി ഈ മാർക്കറ്റിലെ കോമ്പറ്റീഷൻ എങ്ങനെയാണ്? ചാറ്റ് ജി പി ടി പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില പ്രമുഖ ബ്രാൻഡുകളെല്ലാം ആ കാറ്റഗറിയിൽ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ മാർക്കറ്റിൽ ഇപ്പോഴും അവസരമുണ്ട്. അതായത് ക്രൗഡഡ് അല്ല, മാർക്കറ്റ് ക്രൗഡഡ് അല്ല. ഇപ്പോൾ തേയിലപ്പൊടി, ചായ, ഇതൊക്കെ ക്രൗഡഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. ഒരുപാട് ബ്രാൻഡുകൾ അവിടെ കിടന്ന് മത്സരിക്കുന്നുണ്ട്. ചായപ്പൊടി വിൽക്കാനായിട്ട് ഈവൻ ടാറ്റ അടക്കമുള്ള ബ്രാൻഡുകൾ മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അത്തരം ഒരു കോമ്പറ്റീഷൻ ഇല്ല എന്നാണ് ചാറ്റ് ജി പി ടിയുടെ മറുപടി. രണ്ടാമതായിട്ട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ യുവതലമുറ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ആരോഗ്യപ്രദമായിട്ടുള്ള ബനാന സ്നാക്സ് ഇറക്കാൻ ചാറ്റ് ജി പി ടി നമ്മളോട് സജസ്റ്റ് ചെയ്യാണ്. പിന്നീട് അതിന് ചാറ്റ് ജി പി ടി പിന്നെയും നമുക്ക് ഓരോരോ ടിപ്സുകൾ ഇങ്ങനെ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക, എന്തുമാത്രം ഇൻ്റലിജൻ്റ് ആണ് ഈ സിസ്റ്റം എന്ന്. ഇതിന് എറർ പറ്റൂല എന്നല്ല പറയണത്. നിങ്ങൾ വേറൊരാളുടെ അടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രാൻഡ് കൺസൾട്ടൻറ്റിനൊക്കെ കാണുന്നതിൽ എഫക്റ്റീവായിട്ട്, ഇപ്പോൾ തുടക്കക്കാരന് അതൊന്നും സാധിച്ചോളണമെന്നില്ല, ഒരാളെ ഹയറൊന്നും ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഫ്രീ പ്ലാറ്റ്ഫോമാണ് ഈ ചാറ്റ് ജി പി ടി. അടുത്തത് മാർക്കറ്റിങ്ങിനെയും ബ്രാൻഡിങ്ങിനെയും പറ്റി ചാറ്റ് ജി പി ടി പറയുന്നുണ്ട്. നിങ്ങളുടെ ബ്രാൻഡ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പൊസിഷൻ ചെയ്യണം. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമറെ പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ബനാന ബ്രാൻഡ് പൊസിഷൻ ചെയ്യണം. അതായത് നിങ്ങളുടെ ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള സ്നാക്സ് ആണ് എന്നുള്ള രീതിയിൽ പൊസിഷൻ ചെയ്യണം. അത് നിങ്ങളുടെ പാക്കേജിങ്ങിൽ മെൻഷൻ ചെയ്യണം എന്ന് ചാറ്റ് ജി പി ടി പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, പലരും ഈ ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ളത് തുടങ്ങും, പക്ഷേ കസ്റ്റമർ പാക്കേജ് നോക്കാൻ നേരത്ത് അതിലും മറ്റൊന്നും എഴുതിയിട്ടില്ല. ഇതിൽ ആഡഡ് ഷുഗർ ഉണ്ടോ ഇല്ലേ, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ, അതൊന്നും പറഞ്ഞിട്ടുണ്ടാകും. അത് ബാക്കിലൊക്കെയാണ് എഴുതി വെക്കുന്നത്. ബാക്കിൽ എവിടെയെങ്കിലും കുഞ്ഞു കോളത്തിലൊക്കെ, അതൊന്നും, ആ കഥയൊന്നും വായിക്കാൻ ഇവിടെ കസ്റ്റമേഴ്സിന് നേരമില്ല. അപ്പോൾ ചാറ്റ് ജി പി ടി അത് പറയുന്നുണ്ട്, പാക്കേജിങ്ങിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യണമെന്നുള്ളൊരു കാര്യം. പിന്നെ പ്രൊഡക്റ്റിൽ ഇന്നോവേഷൻ കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല അത്ഭുതം. ഇവിടുത്തെ അത്ഭുതം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ചാറ്റ് ജി പി ടിയുടെ അടുത്ത് ചോദിച്ചു, ഈ സ്നാക്സിൽ, ഈ പഴം ബേസ്ഡ് ആയിട്ടുള്ള ബനാന ബേസ്ഡ് ആയിട്ടുള്ള സ്നാക്സിൽ ഷുഗർ ആഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. എന്ത് മറുപടിയാണ് എനിക്ക് കിട്ടണതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാൻ പഞ്ചസാര ഇടണോ വേണ്ടയോ, ഈ സ്നാക്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന ആൾക്കൊന്നും ഞാൻ പറഞ്ഞില്ല, പഞ്ചസാര ഇടണേ വേണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ ചാറ്റ് ജി പി ടി, ഞാൻ ഉദ്ദേശിച്ചതെന്ന് അറിയുമോ, ചാറ്റ് ജി പി ടി എന്തെങ്കിലും ഒരു ഒഴുക്കം മറുപടി പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇടണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടണ്ട, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഇട്ടാലും കുഴപ്പമില്ല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ഒഴുക്കം മറുപടി ഉണ്ടല്ലോ. സാധാരണ നമ്മൾ വാട്സപ്പിലൊക്കെ ബോട്ടുകളോട് സംസാരിക്കണ പോലെ ഈ പല ബ്രാൻഡിൻ്റെ വാട്സപ്പ് ചാനലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ചോദിക്കണേനല്ല അവർ മറുപടി പറയണത്. അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കണ മറുപടികളൊക്കെയാണ് പറഞ്ഞു തരുന്നത്. പക്ഷേ ഈ ചാറ്റ് ജി പി ടി എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഞാൻ ഈ ചോദ്യത്തിന് ChatGPT ഉത്തരം തന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷുഗർ ആഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ ഏത് വിഭാഗം കസ്റ്റമറെ ടാർഗറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. ഷുഗർ ആഡ് ചെയ്യാം, നിങ്ങൾ ടേസ്റ്റ് മാത്രം പ്രിഫർ ചെയ്യണ കസ്റ്റമറെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ അതല്ല, കംപ്ലീറ്റ്ലി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമറെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് അവർ പിക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് 2 സെനോരിയും പറഞ്ഞു തരികയാണ് ChatGPT. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു മറുപടിയാണത്. അവിടെ കൊണ്ട് തീർന്നില്ല. രണ്ടാമത് പിന്നെയും പറയാണ്, എന്തുകൊണ്ട് 2 ഓപ്ഷനും കൂടി കൊടുത്തുവിടാം. വളരെ നല്ല മറുപടി. എന്തുകൊണ്ട് 2 ഓപ്ഷനും കൂടി നിങ്ങൾക്ക് കൊടുത്തുവിടാം. ഒരെണ്ണം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം, ഒരെണ്ണം ഷുഗർ ആഡ് ചെയ്യാതെയും കൊടുക്കാം. ഇപ്പോൾ പിൻഡോല പോലുള്ള ബ്രാൻഡുകൾ കനേഡിയൻ ബ്രാൻഡാണെന്ന് തോന്നുന്നുണ്ട്, നമ്മുടെ Amazon.in കിട്ടും, ഇന്ത്യയിലും കിട്ടും. അവർ ചെയ്യുന്നുണ്ട്. ആഡഡ് ഷുഗർ ആയിട്ടുള്ള പീനട്ട് ബട്ടറും ഉണ്ട്, ഷുഗർ ആഡ് ചെയ്യാത്തതും ഉണ്ട്, രണ്ടും ഉണ്ട്. നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമറാണോ, ഷുഗർ ആഡ് ചെയ്യാത്തെടുത്തോ. ഇനി ടേസ്റ്റ് വേണമെന്ന് നിർബന്ധമാണോ, ഷുഗറൊന്നും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള ഒരാളാണെങ്കിൽ ഇത് ഷുഗർ ആഡ് ചെയ്തതുണ്ട് അതും എടുത്തു, ഇത് നിങ്ങളുടെ ഇഷ്ടം. വളരെ നല്ലൊരു മറുപടിയാണ്. കഴിഞ്ഞു, അവിടെ കൊണ്ട് തീർന്നില്ല. അടുത്ത സജഷൻ എനിക്ക് തരാണ്. എന്തുകൊണ്ട് നാച്ചുറൽ സ്വീറ്റ്നേഴ്സിനെ പറ്റിയിട്ട് ചിന്തിച്ചുകൂടാ. ഹണി പോലുള്ള, തേൻ പോലുള്ള നാച്ചുറലി സ്വീറ്റൻ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെ പറ്റി ചിന്തിച്ചുകൂടാ. അത് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ആഡ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുകയാണ്. എന്താ പറയുക, വളരെ എഫക്റ്റീവായിട്ടുള്ള മറുപടി. നമുക്ക് 1 രൂപ പോലും ചിലവില്ല ഇവിടെ. ഇത്തരം ഫ്രീ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ നിങ്ങളിപ്പോൾ ഇതൊരാൾക്ക് കാശ് കൊടുത്തൊരു മാർക്കറ്റ് റിസർച്ചറൊക്കെ വെച്ച് ചെയ്യുമ്പോഴും തുടക്കക്കാരനത് പറ്റൂല എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ അടുത്ത് അതിനുള്ള ഇൻകം ഉണ്ടാവില്ല. വലിയ കമ്പനിക്ക് പോലും ChatGPTനെ റിലേ ചെയ്യാൻ പറ്റും. കാരണം വളരെ സ്മാർട്ടായിട്ടുള്ള മറുപടി, ഒഴുക്കം മറുപടികളല്ല ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഒഴുക്കം മറുപടി അല്ല അത് തന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ള എന്ത് ചെയ്യണം ചെയ്തുകൂടാ, ഓപ്ഷനുകൾ സജസ്റ്റ് ചെയ്ത് ഇത് ചെയ്തുകൂടെ എന്ന് നമുക്ക് സജഷൻ തരാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഒരു ഐഡിയ, ആശയം മനസ്സിലുണ്ടെങ്കിൽ, ഉദാഹരണം നിങ്ങൾക്ക് പൈനാപ്പിൾ ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തുടങ്ങണം, അല്ലെങ്കിൽ അരി ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തുടങ്ങണം. മാർക്കറ്റ് ഉണ്ടോ, എവിടെയൊക്കെ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്കിതിലൊരു പോയിൻ്റ് മനസ്സിലായില്ല, അപ്പോൾ തന്നെ ChatGPTയുടെ അടുത്ത് നിങ്ങൾക്ക് ചോദിക്കാം, പോയിൻറ്റ് നമ്പർ 4 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ ഇൻ സിമ്പിൾ ഇംഗ്ലീഷ്, പ്ലീസ് എക്സ്പ്ലെയിൻ പോയിൻറ്റ് നമ്പർ 4 ഇൻ സിമ്പിൾ ഇംഗ്ലീഷ് എന്ന് പറയാൻ നേരത്ത് അത് അടുത്ത എക്സ്പ്ലനേഷനായിട്ട് വരികയാണ്. അപ്പോൾ ChatGPTക്ക് മുമ്പ് നമ്മളെന്താ സംസാരിച്ചതെന്നുള്ളത് അതിന് ഓർമ്മയുണ്ട്. ചുമ്മാ ഒരു ജനറിക് ആയിട്ടുള്ളൊരു മറുപടി, ചുമ്മാ ഒരു മറുപടി അങ്ങോട്ട് തരയില്ല. ഞാൻ സ്നാക്സിനെ പറ്റിയാണ് സംസാരിച്ച് വന്നത്. അപ്പോൾ ഷുഗർ ആഡ് ചെയ്യണോ വേണ്ടതെന്ന് ചോദിക്കുന്നത്, ആ സ്നാക്സിൽ ഷുഗർ ആഡ് ചെയ്യണോ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഓൾറെഡി ChatGPT തന്നെ പറഞ്ഞു, ആദ്യം ചോദിച്ച ചോദ്യത്തിൽ തന്നെ പറഞ്ഞു, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോയിങ് നമ്പർ, അതായത് പോപ്പുലേഷനിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് കൂടി വരെയാണ്. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നുള്ള സജഷൻ നമുക്ക് തരുകയാണ്. ഇനി ഷുഗർ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അതൊരു വേറെ സെഗ്മെൻ്റായിട്ട് നിങ്ങൾക്ക് വെക്കുകയും ചെയ്യാം. 2 ഓപ്ഷനും പ്രൊവൈഡ് ചെയ്യണതാണ് ബെറ്റർ എന്ന് ChatGPT പറയാണ്. ഇവർ തന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട്, ഇതിന് തെറ്റ് സംഭവിക്കാം, ഇത് എന്താ പറയുക, തെറ്റ് പറ്റാത്തൊരു മെഷീനൊന്നും അല്ല, പക്ഷേ വളരെ എഫക്റ്റീവാണ്. ഞാനിതുപോലുള്ള ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളെ പറ്റി മുമ്പത്തെ വീഡിയോയിൽ ഇട്ടായിരുന്നു, പക്ഷേ പലർക്കും അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് കുറേ പേര് ഇങ്ങനെ ചോദിച്ചായിരുന്നു, ഇൻസ്റ്റഗ്രാം ആഡ് ചെയ്യണോ വേണ്ടേ, ഫേസ്ബുക്കിൽ ആഡ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, യൂട്യൂബേഴ്സിനെ കൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാവും. ഫ്രീ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ മുമ്പിൽ 1 രൂപ പോലും ചിലവില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ കിടക്കുമ്പോൾ എന്തിനാണ് കയ്യിൽ നിന്ന്, അതൊരു തുടക്കക്കാരൻ. ഞാൻ അവരുടെ അടുത്ത് പലയിടത്തും ചോദിച്ചു, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാട്സപ്പിലൊരു പേജ് അല്ല യൂട്യൂബിലൊരു ചാനലുണ്ടോ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊരു പേജ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരിൽ പലർക്കും അതില്ല. ഒരു വീഡിയോ പോലും ഇടാത്ത ആളുകളുണ്ട്. ഇതെല്ലാം ഫ്രീ ആയിട്ട് ചെയ്യണതാണ്. ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടാൻ 1 രൂപ പോലും മുടക്കില്ല ഇവിടെ. ആരും നിങ്ങളുടെ അടുത്ത് കാശ് ചോദിക്കില്ല. എല്ലാവർക്കും മൊബൈൽ ഫോണുണ്ട്, ഒരുവിധപ്പെട്ട ക്യാമറ ഫോൺ എല്ലാവർക്കും ഉണ്ട്, ഇൻ്റർനെറ്റ് കണക്ഷൻ എല്ലാവർക്കും ഉണ്ട്, അറ്റ്ലീസ്റ്റ് മൊബൈൽ ഡാറ്റ എങ്കിലും ഉണ്ടാവും. അതിൽ 1 GB അറ്റ്ലീസ്റ്റ് കിട്ടണമെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒരു ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. കൂടി വന്ന 200 MB ചിലപ്പോൾ ആവുമായിരിക്കും ഒരു മിനിറ്റ് വീഡിയോക്ക്. അത് പലതും ചെയ്യാതെ ഈ കാശ് കയ്യിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ഇവിടെ വമ്പൻ കമ്പനികൾ പോലും 1 രൂപ എങ്ങനെ സേവ് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇവിടെ പല ആളുകളും കയ്യിൽ നിന്ന് കാശ് ഇറക്കിയിട്ട് ചെയ്യണതിനെ പറ്റിയിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യും. എത്രയോ വെറും പെട്ടിക്കടയായിട്ടിരുന്ന ആളുകൾ പോലും ഈ സോഷ്യൽ മീഡിയയുടെ പവർ യൂസ് ചെയ്ത് അവർ വലിയ
ഗോഡൗണുകൾ മറ്റും പണിയേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അതിന് മാത്രം ഓർഡറുകൾ ഫ്രീ ആയിട്ട് ഉള്ള പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്ത് ഇൻസ്റ്റഗ്രാം റീൽസ്, യൂട്യൂബിൻ്റെ ഷോർട്സ്, യൂട്യൂബിലെ ലോങ് വീഡിയോസ്, ഷോർട്ട് വീഡിയോസ്, ഫേസ്ബുക്കിലെ ലോങ് വീഡിയോസ്, ഷോർട്ട് വീഡിയോസ്, ഇതെല്ലാം ചെയ്ത് ബിസിനസ് മെച്ചപ്പെടുത്തിയ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുക. എന്നിട്ടും അതിലൊരു റിസൾട്ട് ഇല്ലെങ്കിൽ മാത്രം പെയ്ഡ് പ്രൊമോഷനെ പറ്റി ചിന്തിച്ചാൽ പോലെ. അതല്ല ഏറ്റവും നല്ല മെത്തേഡ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷയം. ChatGPT പോലുള്ള ഫ്രീ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്നാൽ എവിടെയൊക്കെയോ ഒന്ന് സ്പാർക്ക് ചെയ്യണുണ്ട്, എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ChatGPT യൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ആ പ്രൊഡക്റ്റ് വെച്ചിട്ട് ചോദിക്കുക. അപ്പോൾ പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിൾ ബേസ്ഡ്, എൻ്റെ നാട്ടിൽ പൈനാപ്പിൾ ഒരുപാട് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, നല്ല റിലയബിൾ സപ്ലൈ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓക്കെ, പൈനാപ്പിളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് പൈനാപ്പിൾ കിട്ടുമല്ലോ, അത് നിങ്ങൾക്ക് ചോദിക്കാം. പൈനാപ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം, പൈനാപ്പിളിൻ്റെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. നിങ്ങളുടെ അടുത്തുള്ള കാർഷിക സർവകലാശാല അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിനെ പറ്റി കിട്ടും. അത് നല്ല രീതിയിൽ പാക്കേജിംഗ് ഒക്കെ ചെയ്ത് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ChatGPT പറയുന്ന പോലത്തുള്ള രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 100% നമുക്ക് പറയാൻ പറ്റില്ല ഏത് പ്രൊഡക്റ്റ് ഇറക്കിയാൽ വിജയിക്കുമെന്നൊന്നും. അത് ആരെക്കൊണ്ടും പറയാൻ പറ്റുന്ന കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് നല്ലൊരു പ്രൊഡക്റ്റ് പറഞ്ഞു തരാമോ എന്ന്. ഞാനത് പറഞ്ഞു തന്നാലും വിജയിക്കില്ലോ എന്നൊന്നും പറയാൻ പറ്റില്ല. സാധ്യതകളുണ്ടെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ വൻകിട കമ്പനികൾ പോലും $1 മില്യൺ റിസർച്ച് നടത്തി ഇറക്കണ പ്രൊഡക്റ്റുകൾ പോലും 8 നിലയിൽ പൊട്ടണം. അപ്പോൾ ആ സ്ഥാനത്ത് നമ്മളുടെ ആലോചിച്ച് നോക്കി. സാധ്യതകൾ ഉണ്ട് പലതിനും. അപ്പോൾ പരീക്ഷിച്ച് നോക്കാമെന്നുള്ളതാണ്. പരീക്ഷിച്ച് നോക്കിയാൽ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ വീഡിയോ ലോങ് ആക്കണില്ല, ഇവിടെ എൻഡ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റ് ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. സ്റ്റേ ട്യൂൺഡ്.